ഇനി ഇന്ന് പകൽ സംഭവിച്ച വാർത്തകളിലേക്ക്. വാർത്താ പകൽ. സ്ത്രീധനത്തിന്റെ പേരിൽ വീണ്ടും ക്രൂരത. ഭർത്താവിന്റെ ചവിട്ടേറ്റതിന് പിന്നാലെ ഗർഭം അലസിയതായി യുവതിയുടെ പരാതി. പീഡനം നേരിടേണ്ടി വന്നത് തിരുവനന്തപുരം നന്ദിയോട് സ്വദേശിനിയായ യുവതിക്ക്. സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് മർദ്ദിച്ചെന്ന് യുവതി. ഭർത്താവ് പ്രവീണിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്ത് പോലീസ്. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി അമേരിക്കയുടെ 2 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക്. 2ാം ഘട്ടത്തിൽ നാടുകടത്തുന്നത് 119 പേരെ. വിമാനങ്ങൾ രാത്രി 10 മണിയോടെ അമൃത്സറിലെത്തും. കേന്ദ്രത്തിനെതിരെ വിമർശനവുമായി പഞ്ചാബ് സർക്കാർ. അമൃത്സർ വിമാനത്താവളം മാത്രം എന്തിനു ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞതിന് പിന്നാലെ 3 പേർ മരിച്ച സംഭവത്തിൽ ക്ഷേത്രം ട്രസ്റ്റിക്കെതിരെ കേസെടുത്തേക്കും. എഴുന്നള്ളിപ്പിൽ ചട്ടലംഘനമുണ്ടായെന്ന് വനമന്ത്രി 24നോട്. നഷ്ടപരിഹാരം നൽകേണ്ടത് ക്ഷേത്ര ഭാരവാഹികളെന്ന് AK ശശീന്ദ്രൻ. ക്ഷേത്രത്തിലും കൊല്ലപ്പെട്ടവരുടെ വീട്ടിലും മന്ത്രിയുടെ സന്ദർശനം. വഖഫ് നിയമ ഭേദഗതി അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. വ്യാജ പ്രചാരണങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. വഖഫിന്റെ പേരിൽ മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്നും മുഖ്യമന്ത്രി. നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന സൂചന നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഗോപന് നിരവധി അസുഖങ്ങൾ. ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകൾ. രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം വ്യക്തമാകൂവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. NCPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്കായി മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസ് MLAയും ശരത് പവാറിനെ കാണും. അടുത്ത ബുധനാഴ്ച മുംബൈയിൽ കൂടിക്കാഴ്ച. തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷ പദവി ഏൽപ്പിക്കണമെന്ന ആവശ്യം. തൊഴിൽ പീഡന ആരോപണം ഉന്നയിച്ച ജോളി മധുവിന്റെ മരണത്തിൽ MSME അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് സഹോദരൻ. കുറ്റാരോപിതരെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് സിബി ജോസഫ്. മൊഴി നൽകാൻ എത്തിയത് ബാഹ്യടപെടൽ ഉണ്ടാകില്ല എന്ന ഉറപ്പിൽ. തെളിവുകൾ കൈമാറാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും സിബി ജോസഫ്. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കൈമാറണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെ കൈമാറാനുള്ള 8 പേരുടെ പട്ടിക ഇന്ത്യ കൈമാറി. ഗുണ്ടാ നേതാക്കളായ ബിഷ്ണോയ്, ഗോൾഡി ബ്രാർ എന്നിവരും പട്ടികയിൽ. ലോക 1-ാം നമ്പർ ടെന്നീസ് താരം യാനിക് സിന്നർക്ക് വിലക്ക്. നടപടി ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ടതോടെ മെയ് 4 വരെ വിലക്ക് തുടരും. ഫ്രഞ്ച് ഓപ്പൺ നഷ്ടമാകില്ല.